നമ്മൾ വെക്കുന്ന കറികൾക്കൊക്കെ നല്ല രുചിയും മണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി എങ്ങനെ പൊടിച്ച് വെക്കാം എന്നൊരു വീഡിയോ കേട്ടോ ഇന്ന്. ആദ്യം തന്നെ പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും 1 കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി ഉണക്കി നല്ല ഡ്രൈ ആയ കുരുമുളകാണ്. ഉണക്കിയിട്ട് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. ചൂട് പാനിലോട്ടിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒന്ന് നല്ല ചൂടായിക്കോട്ടെ കേട്ടോ. ഒട്ടും വെള്ളമയമോ ഒന്നും പാടില്ല. പാനിനും തവിക്കും കുരുമുളകിനും ഒന്നും പാടില്ല. അപ്പോൾ പിന്നെ കുറേ നാളിത് പൂപ്പലൊന്നും ഇല്ലാതെ കേടുകൂടാതെ ഇരുന്നോളും കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നൊരു സാധനമാണ് ചുക്ക്. ഇത് കണ്ടില്ലേ, ഇഞ്ചി ഉണങ്ങിയതാണ്. ഒരു ചെറിയ കഷ്ണം ചുക്കിനെ ഞാൻ നല്ലപോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചതച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ചുക്ക് മതിയേ. അതും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് നല്ലപോലെ ചൂടായിക്കോട്ടെ. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് ഉലുവാച്ചീരയില്ലേ, കസൂരി മേത്തി, ഉലുവാച്ചീര, അതും കൂടി ഒരിച്ചിരി ഇട്ട് കൊടുക്കാവേ. ഒരിച്ചിരി മതി, ഒത്തിരി വേണ്ട, അത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. ഉലുവാച്ചീരയൊക്കെ പെട്ടെന്ന് ചൂടാവും കേട്ടോ. അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ കസൂരി മേത്തി ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉലുവ കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അപ്പം 1/4 ടീസ്പൂണിൻ്റെയും ഒരിച്ചിരിക്ക് ഉലുവയും കൂടി ഇട്ട് ഇതുപോലെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ പൊടിച്ചു വെക്കുന്ന ഈ കുരുമുളക് പൊടിയില്ലേ, കേടാകാതിരിക്കാനും പൂപ്പലൊന്നും വരാതെ മാസങ്ങളോളം ഇരിക്കാനും 1 മാസത്തോളം ഒന്നും പറ്റാതെ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. ഞാൻ ദേ ഇത്രയും കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഈ കല്ലുപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ചൂടാക്കി ഒന്ന് തണുക്കാനായിട്ട് ഇതിന് മാറ്റി വെക്കണം. ഇത് ശരിക്കും നല്ല മണവും കറിക്കൊക്കെ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. നമ്മൾ കറിയിലൊന്നും ഒത്തിരി വാരി ഇടത്തില്ലല്ലോ, അത്യാവശ്യം ഫ്രൈക്കും കറിക്കൊക്കെ ഇച്ചിരിയല്ലേ ഇടത്തുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാറ് കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ലാതെ നല്ല ഉണങ്ങിയ ജാറാണ്, ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അതിലോട്ട് ഏകദേശം തണുത്ത ആ കുരുമുളകിൻ്റെ മിക്സില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ച് ഇത് പൊടിച്ചെടുക്കണം. ചിലർ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കും, ചിലർ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കും അല്ലേ. ഞാൻ രണ്ടും ഒരു മീഡിയം ടൈപ്പാണ്. ഒത്തിരി നൈസും അല്ല, എന്നാൽ തരിതരിപ്പും അല്ലാത്ത രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഈ രീതിക്കാണ് ഞാൻ പൊടിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലപോലെ പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ല കഴുകി ഉണങ്ങിയ കുപ്പിപ്പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒന്നും പറ്റത്തില്ല. ഇത് പൊടിച്ച് നമ്മൾ ആ മിക്സിയുടെ അടപ്പ് തുറക്കുമ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. ശരിക്കും കറിക്കൊക്കെ ഇച്ചിരി ഇട്ടാൽ മതി, നല്ല മണവും ഗുണവും ഉള്ളൊരു കുരുമുളക് പൊടി. കറിക്കൊക്കെ ഇത് ഒരിച്ചിരി ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റും മണവും ആയിരിക്കും കേട്ടോ. ഇനി ഇതൊരു ബൗളിലോട്ടിട്ട് ഒന്ന് നല്ല തണുത്ത് കഴിയുമ്പം ഞാൻ കഴുകി നല്ല തുടച്ച് വൃത്തിയാക്കി ഒരു കുപ്പിപ്പാത്രത്തിലോട്ടിട്ട് മൂടി അവിടെ വെച്ചേക്കും. ഗൾഫിലുള്ളവർക്കും കൊടുത്തു വിടാം, ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കൾക്ക് ഇത് കൊടുത്തു വിടാം, കേടാവത്തേ ഇല്ല. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.